എന്തിനാണ് മരങ്ങളിൽ വെള്ള പെയിന്റ് അടിക്കുന്നത്? മരത്തിലൊക്കെ വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്തിനാണ് ആ പെയിന്റ് അടിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? വീട്ടിൽ നമ്മൾ മരങ്ങളെ ഡെക്കറേഷൻ ചെയ്യുന്നത് പോലെ ഇതിനെയും ഡെക്കറേഷൻ പർപ്പസിനല്ല ഉപയോഗിക്കുന്നത്. ഇതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഈ വൈറ്റ് കളർ പെയിന്റ് ചെയ്തിരിക്കുന്നതിന്റെ അർത്ഥം എന്തെന്നാൽ ഈ മരങ്ങൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രൊട്ടക്ഷനിലാണെന്നാണ്. രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ ഈ മരങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ വെള്ള നിറത്തിലുള്ള പെയിന്റ് അടിച്ചിരിക്കുന്നത്. വെള്ള നിറം മറ്റേത് നിറങ്ങളെക്കാളും കൂടുതൽ രാത്രിയിൽ റിഫ്ലക്ട് ചെയ്യും. രാത്രിയിലൊക്കെ നിങ്ങൾ വെള്ള നിറത്തിലുള്ള ലൈൻ കണ്ടിട്ടുണ്ടാവും. ഇതിൽ ഇത്രയും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ ഈ പെയിന്റ് മരത്തിൽ മുഴുവൻ അടിച്ചുകൂടെ എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ഇങ്ങനെ മരത്തിന്റെ പകുതി ഭാഗം മാത്രം പെയിന്റ് ചെയ്യുമ്പോൾ ഉറുമ്പുകൾ മരത്തിന്റെ വേരിന് അരികത്ത് പോയി അതിനെ നശിപ്പിക്കുന്നത് ഒഴിവാക്കാനും ഇത് സഹായിക്കുന്നു. ഇങ്ങനെ മരത്തിൽ പെയിന്റ് ചെയ്യുന്നതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് പെർഫ്യൂം ചില ബോഡി പാർട്സിൽ മാത്രം ഉപയോഗിക്കുന്നത്? നമ്മൾ എല്ലാവർക്കും പെർഫ്യൂം ഉപയോഗിക്കാൻ ഇഷ്ടമുള്ളവരായിരിക്കും. എന്നാൽ നമ്മൾ പെർഫ്യൂം ഉപയോഗിക്കുന്നത് ചില ബോഡി പാർട്സിൽ മാത്രമാണ്. നോർമലായിട്ട് എല്ലാവരും റിസ്റ്റിലും ആംപിറ്റ്സിലും നെക്കിലും ഒക്കെയാണ് പെർഫ്യൂം ഉപയോഗിക്കുന്നത്. ഈ ഭാഗത്ത് മാത്രം എന്തിനാണ് ഏവരും പെർഫ്യൂം ഉപയോഗിക്കുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ബോഡിയുടെ പൾസ് പോയിന്റ് ആണ്. മറ്റുള്ള ബോഡി പാർട്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പാർട്സിലൊക്കെ ടെമ്പറേച്ചർ കൂടുതലായിരിക്കും. ഈ പാർട്സിൽ പെർഫ്യൂം ഉപയോഗിക്കുമ്പോൾ പെർഫ്യൂം ബോഡി ടെമ്പറേച്ചറിനോട് കൂടി ചേർന്ന് പെർഫ്യൂമിന്റെ സ്മെല്ല് ഒരുപാട് സമയം നീണ്ടു നിൽക്കും. അതുകൊണ്ടാണ് ഈ സ്പെസിഫിക് പോയിന്റുകളിൽ മാത്രം പെർഫ്യൂം ഉപയോഗിക്കാറുള്ളത്. പിസ്സ കഴിക്കാൻ മിക്ക ആളുകൾക്കും ഇഷ്ടമാണ്. എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഓർഡർ ചെയ്ത് നമ്മുടെ കയ്യിലെത്തുന്ന പിസ്സയുടെ നടുവിൽ 3 കാലുകളുള്ള ഒരു കുഞ്ഞ് ടേബിൾ ഉണ്ടായിരിക്കും. എന്താണ് അതിന്റെ ഉപയോഗമെന്ന് നിങ്ങൾക്കറിയാമോ? പറഞ്ഞുതരാം. ഈ കുഞ്ഞ് ടേബിളിനെ പിസ്സ സേവർ എന്നാണ് പറയുന്നത്. ഡെലിവറി ചെയ്യുന്ന പിസ്സ നമ്മുടെ കയ്യിൽ എത്തുന്നത് പേപ്പർ ബോക്സിലാണല്ലോ. അങ്ങനെ ഡെലിവറി ചെയ്യുന്നതിനായി ബോക്സിൽ വെക്കുന്ന പിസ്സ ഡെലിവറി ചെയ്യുന്നതിനുള്ള യാത്രക്കിടയിൽ അബദ്ധത്തിൽ ചലിച്ച് ബോക്സിന്റെ മുകൾ ഭാഗത്ത് പറ്റിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അതൊഴിവാക്കാൻ പിസ്സയുടെയും ബോക്സിന്റെ മുകൾ ഭാഗത്തിന്റെയും നടുവിൽ ഉറപ്പിക്കുന്നതാണ് ഈ പിസ്സ സേവർ. കുട്ടികളും മുതിർന്നവരും ഇഷ്ടപ്പെടുന്ന മിഠായിയാണ് ലോലിപോപ്പ്. 1908 അമേരിക്കയിലെ ന്യൂ ഹെവൻ എന്ന നഗരത്തിൽ താമസിച്ചിരുന്ന ജോർജ് സ്മിത്ത് എന്ന വ്യക്തിയാണ് ആദ്യമായി ലോലിപോപ്പ് നിർമ്മിച്ചത്. എന്നാൽ ലോലിപോപ്പിന്റെ ചരിത്രം ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ? അതെ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുന്നേ ആഫ്രിക്കയിലും ഏഷ്യയിലും ജീവിച്ചിരുന്ന ആളുകൾ ഒരു കമ്പിൽ ഉറപ്പിച്ച പഴക്കഷ്ണത്തിൽ നട്ട്സ് വിതറി തേനൊഴിച്ച് കഴിക്കുമായിരുന്നു എന്നാണ്. അവർ കഴിച്ചിരുന്ന രീതിയെക്കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ ഇന്നത്തെ കാലത്ത് ലോലിപോപ്പ് തിന്നുന്നത് പോലെയാണ് അന്നത്തെ കാലത്ത് അവരത് കഴിച്ചിരുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇന്നത്തെ കാലത്ത് നമ്മൾ കമ്പിൽ പഴത്തിനു പകരം മിഠായി ഉറപ്പിച്ച ശേഷം ലോലിപോപ്പ് എന്ന പേരിൽ കഴിക്കുമ്പോൾ അറിയാതെ പോകുന്നത് ലോലിപോപ്പ് എന്ന ഐഡിയ മനുഷ്യൻ ഉപയോഗപ്പെടുത്തി തുടങ്ങിയത് ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപാണെന്ന സത്യമാണ്. ടിക് ടാക് എന്ന മൗത്ത് ഫ്രഷ്നർ മിഠായി മിക്ക ആളുകളും ഉപയോഗിക്കുന്ന ഒന്നാണ്. എന്നാൽ ഈ മിഠായി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും നേരിടുന്ന പ്രശ്നമാണ് ടിക് ടാക് മിഠായിയുടെ ബോക്സിൽ നിന്നും ഒരു ടിക് ടാക് മിഠായി എടുക്കുക എന്നത്. മിക്കപ്പോഴും മിഠായി എടുക്കാൻ ശ്രമിക്കുമ്പോൾ മിഠായി പുറത്തേക്ക് വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഒന്നിലധികം മിഠായികൾ ഒരുമിച്ച് പുറത്തേക്ക് വരികയാണ് ചെയ്യുക. എന്നാൽ ഈ മിഠായി ഉപയോഗിക്കുന്ന ഭൂരിഭാഗം ആളുകൾക്കും അറിയാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ടിക് ടാക് മിഠായിയുടെ ബോക്സിൽ നിന്നും വളരെ ഈസിയായി നമുക്ക് ആവശ്യമുള്ള ഒരു ടിക് ടാക് മിഠായി എടുക്കാമെന്നതാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു തരാം. ആദ്യം ടിക് ടാക് മിഠായിയുടെ ബോക്സ് തലകീഴായി പിടിക്കുക. അതിനുശേഷം മിഠായിയുടെ ബോക്സിന്റെ അടപ്പ് തുറക്കുക. പേടിക്കണ്ട, മിഠായി പുറത്തു പോകില്ല എന്ന് മാത്രമല്ല, നമുക്ക് ആവശ്യമുള്ള ഒരു ടിക് ടാക് മിഠായി കൃത്യമായി അടപ്പിലിരുന്ന് തുറന്നു വരികയും ചെയ്യും. ഇനി ടിക് ടാക് കഴിക്കുമ്പോൾ ഈ ട്രിക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കണേ. എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു സ്നാക്സ് ആണ് ചിപ്സ്. ഈ ചിപ്സ് പാക്കറ്റുകളുടെ 70% വായു നിറച്ചിരിക്കുന്നത് കണ്ട് നിങ്ങൾ എപ്പോഴെങ്കിലും എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് കണ്ടെത്താൻ ശ്രമിച്ചിട്ടുണ്ടോ? പാക്കറ്റിൽ വായു നിറച്ച് വലിപ്പം കൂട്ടിയ ആളുകളെ പറ്റിക്കാനാണ് ചിപ്സ് കമ്പനികൾ അങ്ങനെ ചെയ്യുന്നതെന്ന് വിശ്വസിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. എന്നാൽ അതല്ല സത്യം. ഒന്നാമത്തെ കാര്യം, ചിപ്സ് പാക്കറ്റുകളിൽ വായുവല്ല, മറിച്ച് നൈട്രജൻ ഗ്യാസ് ആണ് നിറയ്ക്കുന്നത്. എന്തിനാണ് നൈട്രജൻ നിറയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ, വായു ആണ് പാക്കറ്റിനുള്ളിൽ നിറയ്ക്കുന്നതെങ്കിൽ പാക്കറ്റിനുള്ളിലെ ചിപ്സ് വായുവുമായി പ്രവർത്തിച്ച് ഓക്സിഡൈസേഷന് വിധേയമാകുകയും വേഗത്തിൽ കേടാകുകയും ചെയ്യും. നൈട്രജൻ ഗ്യാസ് ഉപയോഗിക്കുന്നതോടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അതുപോലെ തന്നെ പാക്കറ്റിനുള്ളിൽ ഈ നൈട്രജൻ വാതകത്തിന്റെ സാന്നിധ്യം ചിപ്സ് പൊടിഞ്ഞു പോകാതിരിക്കാനും സഹായിക്കുന്നു. രസകരമായ കൂടുതൽ വിശേഷങ്ങൾക്കായി ചാനൽ ഉടനെ സബ്സ്ക്രൈബ് ചെയ്യൂ.